നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസിൽ പിളർപ്പൊഴിവാക്കാൻ UDF നേതൃത്വം ഇടപെടുന്നു. കോട്ടയത്ത് പാളിച്ചയുണ്ടാകാൻ അനുവദിക്കില്ലെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞു. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ വേണ്ടി വന്നാൽ ഇടപെടും. മാണി ഗ്രൂപ്പിലെ നീക്കങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും കേരള കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. അതേസമയം തോമസ് ചാഴിക്കാടനോട് പ്രചാരണത്തിനിറങ്ങാൻ KM മാണി നിർദ്ദേശിച്ചത് സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കോട്ടയം സീറ്റ് നഷ്ടമാകാതിരിക്കാൻ കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടണമെന്ന നിലപാടാണ് UDF കൺവീനർ ബെന്നി ബെഹനാൻ സ്വീകരിച്ചത്. കോട്ടയം സീറ്റിൽ പാളിച്ച ഉണ്ടാകാൻ അനുവദിക്കില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ആ ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതിൽ നിന്നും അവരുടെ തലത്തിൽ പരിഹരിക്കപ്പെടാതെ അത് മുന്നണിയുമായിട്ടുള്ള ബന്ധത്വം മുന്നണിയുടെ വിജയസാധ്യതയും ബാധിക്കുന്ന തരത്തിലേക്ക് ആ പ്രശ്നം വളരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ആ ഘട്ടത്തിൽ സ്വാഭാവികമായും മുന്നണി നേതൃത്വം ഇടപെടും. പ്രശ്നപരിഹാരത്തിന് UDF നേതാക്കളുടെ സന്ദേശവുമായി ഇടുക്കി മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് PJ ജോസഫിനെ സന്ദർശിച്ച് ചർച്ച നടത്തി. ജോസഫ് ശക്തനായ നേതാവാണ്, ഏറ്റവും നല്ല നിലയിൽ പ്രശ്നം പരിഹരിക്കുമെന്നും റോയ് കെ പൗലോസ് വ്യക്തമാക്കി. PJ ജോസഫ് വളരെ ശക്തനായ UDFന്റെ നേതാവാണ്. അദ്ദേഹം UDFിൽ അടിയുറച്ചു നിൽക്കുന്ന ആളാണ്. അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം തീർച്ചയായിട്ടും UDFന്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. അതേസമയം കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. കേരള കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് തന്നെ കഴിയും. ഇടപെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഏതായാലും UDF ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. കേരള കോൺഗ്രസിന് തന്നെ കഴിയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അവരാദ്യം അത് പരിഹരിക്കുക. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവരുടെ ആഭ്യന്തര കാര്യത്തിൽ UDF ഇടപെടേണ്ടതില്ലല്ലോ. ഇപ്പോൾ ഈ വക വിഷയങ്ങളൊക്കെ കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കേണ്ടതാണ്. അപ്പോൾ അത് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ നിരന്തരമായി ഇപ്പോൾ അവരോടൊക്കെ ഈ വക വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷനുണ്ട്. നല്ല രാത്രിയും എല്ലാവരുമായും സംസാരിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഇപ്പോൾ തൽക്കാലം പിന്നെ അവർ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്, ഞങ്ങൾ പ്രതികരിക്കേണ്ട വിഷയമല്ല. PJ ജോസഫിന് സീറ്റ് നിഷേധിച്ചതിൽ ജോസഫ് ഗ്രൂപ്പ് കടുത്ത പ്രതിഷേധത്തിലാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന്റെ വികാരം മറികടന്ന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിന്റെ കാരണം അറിയില്ല എന്ന് മോൻസ് ജോസഫ് MLA പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടി UDFിൽ ഉറച്ചു നിൽക്കണം എന്ന ഉറച്ച നിലപാടെടുത്ത നേതാവാണ് ശ്രീ PJ ജോസഫ്. അതുകൊണ്ട് തന്നെ PJ ജോസഫിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ അത് UDF പ്രവർത്തകർക്കാകമാനവും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമായി തീർന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഈ തീരുമാനത്തിൽ വേദനയും പ്രയാസവും ഉണ്ട്. കേരള കോൺഗ്രസിൽ അപമാനിതനായി തുടരണമെന്ന് PJ ജോസഫ് തീരുമാനിക്കട്ടെ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കാസർഗോഡ് പറഞ്ഞു. പക്ഷെ PJ ജോസഫിനെ പോലുള്ള ഒരു സമന്നതരായ നേതാവിന്, കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റിന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് PJ ജോസഫിന് ആ പാർട്ടിയിൽ യാതൊരുവിധ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ മാണിയുടെ കൂടെ തുടരണമോ എന്ന് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. ജോസഫിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കേരള കോൺഗ്രസിൽ ജോസഫ് അനുകൂലികളുടെ രാജി തുടങ്ങി. കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി PM ജോർജ് രാജിവെച്ചു. ചാഴിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം CPMനെ സഹായിക്കാനാണെന്ന് PM ജോർജ് പറഞ്ഞു. കേരള കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റോജസ് സെബാസ്റ്റ്യനും രാജിവെച്ചു. ഭാര്യ ബീന റോജസ് അയ്യർകുന്ന് പഞ്ചായത്ത് അംഗത്വവും രാജിവെക്കും. റിപ്പോർട്ടർ, കോട്ടയം, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നതായി PJ ജോസഫ്. ഒന്നും അവസാനിച്ചെന്ന് കരുതേണ്ട, എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. UDF നേതാക്കളുമായി ഞാൻ ചർച്ച നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോൺഗ്രസ് നേതാക്കന്മാരെ കാണും. എല്ലാം ശുഭമായി പര്യവസാനിക്കും എന്നത്. ഇടുക്കി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ സാറേ?
സംസ്ഥാനത്ത് ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുന്നു ഇന്നത്തെ എഡിറ്റേഴ്സ് അവറിൽ. ജിസൺ ജോർജ് യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി, MT രമേശ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി, PM സുരേഷ് ബാബു കോൺഗ്രസ് നേതാവ്, A സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജിസൺ ജോർജ്, കേരള കോൺഗ്രസ് പിളരുകയാണ് എന്ന് ഉറപ്പിച്ചു. എന്തായാലും PJ ജോസഫ് സ്ഥാനാർത്ഥിയാവുക എന്ന് പ്രഖ്യാപിച്ച കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ ഞാൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ അതാകാൻ കഴിയാത്ത അപമാനത്തോടുകൂടി ഒരു പാർട്ടിയിലോ മുന്നണിയിലോ നിന്നുകൊണ്ട് പോവുക എന്നുള്ളത് അസാധ്യമാണല്ലോ. എന്താണ് പാർട്ടിയുടെ വെർഷൻ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ KM മാണി സാറ് ഇന്നലെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം കേട്ട് നടുക്കവും ദുഃഖവും ഒക്കെ ആയത് കേവലം കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ലായിരുന്നു. മറിച്ച് കേരള രാഷ്ട്രീയത്തെ ജനാധിപത്യ ബോധത്തോടുകൂടി നോക്കിക്കാണുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ് ആ തീരുമാനത്തിനെതിരെയുള്ള പ്രതികരണങ്ങളായി ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവനും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഏകാധിപത്യപരമായ തീരുമാനത്തെ ജനാധിപത്യവൽക്കരിച്ചു ആക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ ഒരു വിഭാഗം നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേവലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും പ്രാദേശിക പാർട്ടി ഘടകവുമായി ആലോചിക്കാതെ തീരുമാനം എടുക്കുന്ന ഒരു പ്രസ്ഥാനം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് എന്ന് പറയുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ വലിയൊരു തമാശയായിട്ട് കേരള സമൂഹം അല്ല. അപ്പോൾ എന്തായാലും ഒത്തുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണല്ലോ. അക്കാര്യത്തിൽ ഇനിയിപ്പോൾ KM മാണി തോമസ് ചാഴിക്കാടനെ പിൻവലിക്കുന്നു എന്നൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. PJ ജോസഫ് മത്സരിക്കാതിരിക്കുക എന്നൊരു സാധ്യതയും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ തോമസ് ചാഴിക്കാടനും സ്ഥാനാർത്ഥിയാണ്, PJ ജോസഫും സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഒത്തുപോവുക? അല്ല, PJ ജോസഫ് സാർ സ്ഥാനാർത്ഥിയാകും എന്നൊരു പ്രഖ്യാപനം ഇതുവരെയും നടത്തിയിട്ടില്ല. ആ സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുവാൻ കഴിയില്ല. കാര്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലനിൽപ്പിന് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ PJ ജോസഫ് സാർ. ഇതിനു മുൻപും ഒത്തിരി വ്യക്തിപരമായ ഒത്തിരി സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പക്ഷേ തികച്ചും അപമാനകരമല്ല. കാരണം അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവ് ഞാൻ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്നു, പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. ഒരു പാർട്ടി വർക്കിംഗ് പ്രസിഡന്റിന് സീറ്റ് കൊടുക്കാതെ അപമാനിക്കുക ഒരു പാർട്ടി, അതിനുശേഷം അദ്ദേഹം ഇതൊക്കെ ഉള്ളിൽ സഹിച്ച് എന്നാൽ ആവട്ടെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാമെന്ന് വിചാരിക്കുക എന്നുള്ളത് സംഭവ്യമാണോ? അല്ല, ഈ നാളെ നടക്കുന്ന ചർച്ചയിൽ മാത്രമേ അത്തരം തീരുമാനം, കാര്യം ഇത് സീറ്റ് കൊടുക്കില്ല എന്നൊരു പ്രതീക്ഷ പോലും ജോസഫ് സാറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ തീരുമാനം അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനം നടന്നേനെ ഇതിന് എതിരെ തന്നെ. ഇത് ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നുള്ള ഒരു നിലപാടാണ് PJ ജോസഫ് സാർ എടുത്തിരിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം. ശ്രീ PM സുരേഷ് ബാബു കോഴിക്കോട് നിന്ന്. ശ്രീ PM സുരേഷ് ബാബു, കോൺഗ്രസിനോ സ്ഥാനാർത്ഥികളായിട്ടില്ല, അതിൻ്റെ കൂട്ടത്തിലാണ് കോട്ടയത്ത് ഇങ്ങനൊരു പ്രതിസന്ധി വന്നുപെട്ടിരിക്കുന്നത്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ റോയ് കെ പൗലോസ് അടക്കമുള്ള ആളുകൾ തൊടുപുഴയിൽ PJ ജോസഫിനെ സന്ദർശിക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കാനാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. PJ ജോസഫിനൊപ്പമാണ് കോൺഗ്രസ് എന്നൊരു പ്രതീതി പൊതുവെ ഉണ്ടുതാനും. കോട്ടയത്ത് 2 സ്ഥാനാർത്ഥികൾ തോമസ് ചാഴിക്കാടനും PJ ജോസഫും വന്നാൽ കോൺഗ്രസ് മനസ്സുകൊണ്ട് PJക്കൊപ്പമായിരിക്കുമോ? ഈ സ്വതവേ ഒരു 2 ആഴ്ചക്ക് മുമ്പ് വരെ ഇപ്പോൾ ഈ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ UDF-നുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു എന്ന ഒരു തോന്നൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ ഈ കേരള കോൺഗ്രസിലെ വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ പാർട്ടി എന്ന നിലക്ക് അവർക്ക് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് എന്ന് ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു കോയലീഷൻ സംവിധാനത്തിൽ എടുക്കേണ്ടുന്ന ചില നീതിപൂർവമായ സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തത സ്വീകരിച്ചതുകൊണ്ട് ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ കേരള കോൺഗ്രസിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നത്തിന് അടിസ്ഥാനം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി അഥവാ UDF LDF-നോടും BJP-യോടും കടുത്ത പോരാട്ടം നടത്തി ഒരു സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമകരമായ സാഹചര്യത്തിൽ അതിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ UDF-ന്റെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുതായിരുന്നു. അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് തിരുവനന്തപുരത്തില്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല.
ഏതായാലും സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ഒരു മങ്ങൽ വന്നിട്ടുണ്ട്. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. തീർച്ചയായും സത്യസന്ധമായ വിശകലനം. ശ്രീ എം.ടി. രമേശ്, LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടത്തുന്നു, സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനം ആരംഭിച്ചു. ഇതൊരു ഓട്ട മത്സരമാണെങ്കിൽ അവർ 2 ലാപ്പ് ഓടിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെ സ്ഥാനാർത്ഥികൾ? എവിടെ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 28-ാം തീയതി മുതലേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ LDF വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ചാടിക്കേറി BJP പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥികൾ മാത്രമല്ലോ, BJP കഴിഞ്ഞ 1-2 മാസക്കാലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലം, ഫെബ്രുവരി 12 മുതൽ മാർച്ച് 2 വരെയുള്ള 2 ആഴ്ചക്കാലം വലിയ ഒരു ഇൻറ്റൻസീവ് ക്യാമ്പയിൻ നടത്തി ഇരിക്കുകയാണ്. എല്ലാ വീടുകളും സമ്പർക്കം ചെയ്തു, സർക്കാരിൻ്റെ നേട്ടങ്ങൾ വിശദീകരിച്ചു. അതിനിടയിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും അസംബ്ലി മണ്ഡലത്തിലും വ്യത്യസ്തങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു. എല്ലാ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകന്മാരുടെ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. അഖിലേന്ത്യാ നേതാക്കന്മാരുടെ യാത്ര പൂർത്തിയായി. ഇങ്ങനെ ഒരുപാട് പരിപാടികൾ, അഖിലേന്ത്യാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ക്യാമ്പയിനിങ് പൂർത്തിയായി. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന യന്ത്രം വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തി BJPക്കുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സമ്പർക്കം നടത്തിയിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക കൊടുത്താൽ സ്ഥാനാർത്ഥിയുടേതായിട്ടുള്ള ഒരു പ്രചരണം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ള ഓട്ട മത്സരമല്ല. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. 16-ാം തീയതിക്ക് ശേഷം, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത്. 16-ാം തീയതിക്ക് ശേഷം കേരളത്തിലെ സ്ഥാനാർത്ഥികളാകും എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. CPMന് മറ്റാരോടും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്. കേരളത്തിലെ 20 മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികൾ നിർത്താൻ അവർക്ക് എളുപ്പം സാധിക്കും. BJP ഒരു ദേശീയ പാർട്ടിയാണ്. അപ്പോൾ കേരളത്തിൽ 3-ാം ഘട്ടമേ തെരഞ്ഞെടുപ്പുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇനിയും 42 ദിവസമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് LDF എന്ന് മാത്രമല്ല, പ്രശ്നരഹിതമായി സ്ഥാനാർത്ഥിത്വം നടത്താൻ കഴിഞ്ഞത്, ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ്. ഇപ്പോൾ പലപ്പോഴും BJPയുടെ കാര്യത്തിലാണെങ്കിലും തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കൂ പ്ലീസ് ഒന്ന് മത്സരിക്കൂ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തന്നെ പലതരത്തിൽ കുമ്മനം രാജശേഖരനെ ഗവർണറായിരുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ രാജിവെപ്പിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ മാനസികമായ ഒരു മുൻതൂക്കം ഇടതുമുന്നണിക്ക് നൽകുന്ന വിധത്തിലല്ലേ ഈ കാര്യങ്ങൾ? ഇപ്പോൾ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ വന്നതോടുകൂടി തിരുവനന്തപുരത്തെ മുൻതൂക്കം BJPക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയല്ലോ. സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യം LDF? ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം മത്സരം BJPയും UDFും തമ്മിലാണ്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും നമ്മൾ ബഹുദൂരം പുറകിലായി പോയിരിക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി വരുന്നതോടുകൂടി ചിത്രങ്ങൾ മാറും. BJP തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ യന്ത്രം വളരെ ചിട്ടയായി കൃത്യമായി ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. എണ്ണയിട്ട യന്ത്രം പോലെ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടി ഘടകങ്ങളും തയ്യാറാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം മാത്രമല്ല, BJP പോലൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല. ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ ക്യാമ്പയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു, വിവിധങ്ങളായ ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥി വരുന്നതോട് അതിനൊരു അവസാന മിനുക്കുപണി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ശരി, നോക്കാം നമുക്ക്. ശ്രീ A. സജീവൻ, ഈ സ്ഥിതിവിശേഷത്തെ എങ്ങനെ കാണുന്നു? UDFനെ സംബന്ധിച്ച് ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് ശേഷം മാറ്റുക, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കൂടുതൽ സമയമെടുക്കുക, അവസാന നിമിഷം മാറ്റം മറിച്ചിലുകൾ വരിക, ഇതൊക്കെ നമ്മൾ ഏറ്റവും ഒടുവിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊരു പുതിയ കാര്യമായി തോന്നേണ്ടതില്ല. BJPയെ സംബന്ധിച്ച് അവരിപ്പോഴാണ് ജയിക്കാനായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് തന്നെ 1-2 ഇടങ്ങളിലെങ്കിലും. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇത് സമയം കഴിഞ്ഞു പോയി എന്ന് പറയാവുന്ന ഒരു ഘട്ടമല്ല. ഈ സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കാൻ 40 ദിവസം ബാക്കിയുള്ള ഈ സമയത്ത് നടക്കുന്ന രാഷ്ട്രീയ ആലോചനകൾ, മുന്നണികളിലെയും പാർട്ടികളിലെയും പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തെരഞ്ഞെടുപ്പിൽ വരും എന്ന് കരുതാൻ കഴിയുമോ? ഇല്ല, സ്ഥാനാർത്ഥിയെ നേരത്തെ തീരുമാനിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേക കാര്യമൊന്നുമില്ല. സ്ഥാനാർത്ഥി ആദ്യം രംഗത്തിറങ്ങി എന്നുള്ളതുകൊണ്ടും പ്രത്യേക കാര്യമില്ല. കാരണം ആദ്യകാലത്തെ പോലെയല്ല ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ്. പണ്ട് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി പൊതുയോഗങ്ങളും മറ്റും ചേരുമ്പോഴാണ് ജനങ്ങൾക്കിടയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ വരുന്നത്. ഇപ്പോഴതല്ല. ഇപ്പോൾ ഓരോ ദിവസവും ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് ചർച്ചാ വിഷയമായിട്ട് വരിക. അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാദപ്രതിവാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ നടത്തുന്ന കാര്യത്തിൽ പോലും ജനം ഇതിനെക്കുറിച്ച് വിലയിരുത്താനുള്ള അവർക്കുള്ള അവസരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നേരത്തെ വന്നു, സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചു എന്നൊരു വലിയ പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്,
ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് അവർ ഓരോ സ്ഥലത്തും വിന്നബിലിറ്റിയുള്ള ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നോക്കി, എല്ലാ സ്ഥലവും ഞാൻ പറയുന്നില്ല, 2-3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അവർക്ക് വൻ പരാജയമാണ് എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ വിലയിരുത്താൻ പറ്റുന്നതാണ്. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും അവർ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നോക്കി അത് ജയിക്കുമ്പോൾ ഇല്ല ബാക്കി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരേണ്ടതാണ്. എന്നാൽ പോലും അങ്ങനെ അവർക്ക് തീരുമാനിക്കാൻ പറ്റി. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത രൂപത്തിൽ മുന്നണിയിൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റി. ഇവിടെ ലോക് താന്ത്രിക് ജനതാദളുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത്. അതുപോലും ആദ്യഘട്ടത്തിൽ അവർ ഇടഞ്ഞു നിന്നു. പക്ഷെ പിന്നീട് അവർ പോലും അത് അനുകൂലമായിട്ട് ഒരു ഘട്ടത്തിലേക്ക് മാറുകയും ഈ LDF സ്ഥാനാർത്ഥികൾ അവർ പരമാവധി ഫസ്റ്റ് റൗണ്ട് പ്രവർത്തനം പൂർത്തിയാക്കാവുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴും UDFിലും BJPയിലും ഈ പ്രശ്നമുണ്ട്, സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്ത പ്രശ്നമുണ്ട്. അത് ഇപ്പോൾ നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മുന്നണിയിലെ പ്രശ്നം തീരുന്നില്ല, മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഉള്ളിലുള്ള പ്രശ്നം തീരുന്നില്ല. അത് മൊത്തമായിട്ട് മുന്നണിയെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ കോട്ടയത്ത് ഈ PJ ജോസഫ് മത്സരിക്കുമെന്ന് പറഞ്ഞു, അവിടെ മത്സരിക്കാൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, പകരം മാണി സ്വന്തം അനുയായി അവിടെ നിർത്തി. പക്ഷെ അതേ സമയത്ത് ഇപ്പോൾ ഇടുക്കിയുടെ കാര്യത്തിൽ ജോസഫ് ഒരു പിടിവാശി കാണിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് കോൺഗ്രസ് വഴങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും രണ്ട് സ്ഥലങ്ങളിൽ മത്സരിച്ചാലും ഉണ്ടാകുന്ന ഈ കേരള കോൺഗ്രസുകൾ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് നിലനിൽക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം MT രമേശ് പറഞ്ഞു ഞങ്ങൾ വളരെ തിരുവനന്തപുരത്ത് മുന്നിലാണെന്നുള്ളത്. തിരുവനന്തപുരത്ത് പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അവർ നേരത്തെ മുന്നിൽ അവർക്ക് അതിനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ അത് വോട്ടായി മാറുമെന്നുള്ളിടത്താണ് പ്രശ്നം. വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ 2014 ഇതേപോലെ നമ്മൾ കണ്ടതാണല്ലോ. മറ്റൊരു പാർട്ടി കോൺഗ്രസിനോ അല്ലെങ്കിൽ LDFനോ UDFനോ ഒന്നും കഴിയാത്ത രൂപത്തിൽ ഇവിടെ സാമുദായിക നേതാക്കന്മാർക്ക് വരെ ഹെലികോപ്റ്റർ കൊടുത്തിട്ട് കറങ്ങി നടക്കാൻ അവസരം കൊടുത്ത പാർട്ടിയാണ്. എന്നിട്ടും തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് എത്തിയെന്നുള്ളതല്ലാതെ മറ്റൊരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം മുന്നോട്ട് പോയാൽ പോലും അവർക്ക് ഒരു തിരുവനന്തപുരം മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. അവിടെ പോലും കഴിഞ്ഞ തവണ സംഭവിച്ച പോലെ ഈ മുന്നണികൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു പറയാത്ത ഒരു ധാരണയുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അറിയാത്തൊരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതിനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ തങ്ങളുടെ ആശയങ്ങൾ തങ്ങളുടെ വാദങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ എത്രമാത്രം സമർത്ഥമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമത്തെ കാര്യം ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതിന് രണ്ടും എത്രമാത്രം കഴിയുന്ന കുറച്ച് വൈകിയാൽ പോലും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഇവിടെ ശ്രീ ജിസൺ നേരത്തെ ശ്രീ സജീവൻ സൂചിപ്പിച്ച ഒരു ഓപ്ഷൻ സജീവമാണോ? അതായത് PJ ജോസഫ് ഇനി സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേതാക്കളോടാണ്. ഇനി മാണിയോട് ഒരു ടോക്കിംഗ് ടൈംസ് ഉണ്ടാവുക തന്നെ ഇപ്പോഴത്തെ നിലയിൽ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും ചാഴിക്കാടൻ പെരുമാറുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസുമായി സംസാരിച്ചാൽ ഇടുക്കി സീറ്റിൽ PJ ജോസഫ് മത്സരിച്ച് ജയിക്കുക, തൊടുപുഴ ഒഴിവ് വരുമ്പോൾ അത് കോൺഗ്രസിന് കൊടുക്കുക എന്നൊരു ഫോർമുല ഇടുക്കിയിലെ കേരള കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പറയുന്നുണ്ട്. 2 സീറ്റ് കേരള കോൺഗ്രസിന് ഇല്ല എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ പറഞ്ഞതാണ്. എങ്കിൽ പോലും അങ്ങനെ കോൺഗ്രസിനോട് സംസാരിച്ച് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയും എന്നൊരു അവസ്ഥയുണ്ടോ PJ ജോസഫിന്? ഇല്ല, ഇതിൽ ഒരു സാധ്യതയും ഈ സാഹചര്യത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം PJ ജോസഫിനെ പോലുള്ള ഒരു നേതാവിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന സാഹചര്യത്തിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്ക് ബോധ്യമാണ് ഈ തീരുമാനം അബദ്ധമാണ് എന്നുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഏത് രീതിയിലായിരിക്കും ഇതിന് പരിഹാരം കാണുവാൻ നാളെ ആ ചർച്ചയിൽ നടക്കുന്നത് എന്നും നമുക്ക് പരിഹാരം കാണുവാൻ തന്നെ ഉള്ള ഒരു ശ്രമമായിരിക്കും കോൺഗ്രസ്. എന്തായാലും എന്താണ് PJ ജോസഫ് അനുയായികളോട് പറഞ്ഞിട്ടുള്ളത്? UDFിൽ തന്നെ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടോ? അല്ല, അത് അങ്ങനെ തന്നെയാണ് പുള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. കാര്യം അത് UDFിന് വേണ്ടി അത്രയും അധികം വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൊരു നേതാവ്. കാര്യം മാണി സാറ് LDFിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ഉറച്ചു ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കണം എന്ന് വാശി പിടിച്ചു. മാണി സാറ് LDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ ഒഴിവായത് PJ ജോസഫിന്റെ ഇടപെടൽ കൊണ്ടാണ്.
തീർച്ചയായിട്ടും. അപ്പോൾ കോൺഗ്രസ് പി ജെ ജോസഫിനെ ആ നിലയ്ക്ക് സമീപനം സ്വീകരിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് ആ നിലയ്ക്ക് പരിഗണിക്കണം. ഈ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ അതുണ്ട്. അത് ഈ സാഹചര്യത്തിൽ അവർ അത് ഇപ്പോൾ ആ ഒരു ചർച്ചയൊന്നും വരാത്ത സ്ഥിതിക്ക് അവരത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം. ശരി ശരി. പക്ഷേ PM സുരേഷ് ബാബു നോക്കൂ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പി ജെ ജോസഫ് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അപമാനിതനായിക്കൊണ്ട് നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായി തുടരുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചായാലും അത്ര സുഖകരമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അങ്ങനെ പി ജെ ജോസഫിൻ്റെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹം UDF മുന്നണിയിൽ കേരള കോൺഗ്രസിനെ ഉറപ്പിച്ച് നിർത്താൻ കാണിച്ചിട്ടുള്ള ശ്രമവും മാണി മറുകണ്ഠം ചാടിയേക്കും ഘട്ടത്തിൽ പോലും ജോസഫിൻ്റെ പ്രഷർ കൊണ്ട് UDFിലേക്ക് എന്നുള്ള തീരുമാനം കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപകാല ചരിത്രം ഉള്ളതുകൊണ്ടും കോൺഗ്രസ് ഒരു സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് പി ജെ ജോസഫിനെ അവിടെ മത്സരിപ്പിക്കുമോ? അത് നല്ലൊരു ഓപ്ഷനാണോ? കോൺഗ്രസ് അതിനെ ഇനി വിട്ടുവീഴ്ച ചെയ്ത് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള കോൺഗ്രസിന് ഒരു സീറ്റേ ഉള്ളൂ എന്നുള്ളത് UDFിന്റെ ഒരു തീരുമാനമാണ്. UDFിന്റെ തീരുമാനമാണ്. ആ തീരുമാനം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ UDFിനകത്ത് കേരള കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ രണ്ടാമത്തെയോ അല്ലെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒരാളായി പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാൻ UDFിനും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും കഴിയും എന്നെനിക്ക് വിശ്വാസമില്ല. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നേതൃത്വ ലെവലിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ നിലവിലുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സീറ്റിൽ കവിഞ്ഞ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഘടകത്തിന് നൽകാൻ കഴിയാത്ത ഒരു സാങ്കേതിക സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അല്ല, അങ്ങനത്തെ സാങ്കേതിക പിടിവാശികൾക്കപ്പുറത്ത് ജയം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. RSP ഇടതുമുന്നണി വിട്ടുവന്ന സമയത്ത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കൊല്ലം ഒഴിവാക്കി കൊടുത്തു, പ്രേമചന്ദ്രനെ അവിടെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പരാജയം ഒഴിവാക്കാനായി വേണമെങ്കിൽ ഈ തരത്തിൽ കേരള കോൺഗ്രസിന്റെ രണ്ടാമത്തെ സീറ്റ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട പി ജെ ജോസഫിനെ മത്സരിപ്പിക്കുന്നു എന്ന തീരുമാനം അങ്ങനെ സ്വീകരിക്കാമല്ലോ. അല്ല, ഞാനതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ വാചകങ്ങളിൽ അങ്ങക്കത് വായിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കേരള കോൺഗ്രസിന് 2 സീറ്റ് എന്ന നിലയിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ആലോചിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ എന്നുള്ളത് തയ്യാറാകുന്നത് ഒരു സീറ്റ് UDFിന്റെ കൊട്ടയിൽ കൂടുതൽ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. അത് കൊല്ലം സീറ്റിന്റെ മാതൃക സ്വീകരിക്കുന്നതിലൊന്നും തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൊല്ലം സീറ്റ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ മുന്നണിയിൽ എടുത്തുകൊണ്ടായിരുന്നു. ഇത് മുന്നണിയിലുള്ള പാർട്ടിക്ക് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സീറ്റിനകത്ത് വീണ്ടും ഒരു സമ്മർദ്ദ തന്ത്രത്തിലൂടെ മറ്റൊരു സീറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ അത് താരതമ്യം ചെയ്യാൻ പെട്ടെന്ന് കഴിയില്ല. മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് തന്നെ വേണം. കേരള കോൺഗ്രസിന് 2 സീറ്റ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം UDFിനും കോൺഗ്രസിനും ഉണ്ട്. ശരി, അവിടെ ശ്രീ ജിസൺ, കൈപ്പത്ത് ചിഹ്നത്തിൽ പി ജെ ജോസഫ് മത്സരിക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരില്ലല്ലോ. കാര്യം പി ജെ ജോസഫിനെ പോലുള്ള ഒരു നേതാവിന് കോൺഗ്രസ് ചേർന്നാൽ മതി, അതൊരു ഓപ്ഷനാണ്, ഓപ്ഷൻ ഇല്ലായൊന്നുമല്ല. അല്ല, ഇത് കേരള കോൺഗ്രസിൻ്റെ ശക്തി ഉദ്ദേശിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അധികാരത്തിലിരുന്ന സമയത്താണ് പി ജെ ജോസഫ് സാറ് ഐക്യജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ് എന്ന വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണ് പി ജെ ജോസഫ് സാറ്. അത് കേരള കോൺഗ്രസ് MJ എന്നുള്ള രീതിയിൽ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, 2 അല്ലാത്തൊരു ചിഹ്നത്തിൽ സൈക്കിളോ റാന്തലോ അല്ല, ഒരു സാധ്യതയും അല്ല, 2 ഇപ്പോൾ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. 2 മത്സരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ശരി. അപ്പോൾ കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടാകും. ശ്രീ MT രമേശ്, നിങ്ങൾക്കുണ്ട് ഈ ഘടകകക്ഷികളുടെ ബാധ്യത. ഞാൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് തൃശ്ശൂർ നിങ്ങളുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ്. പക്ഷേ ഘടകകക്ഷിക്ക് കൊടുക്കണോ? ഇനി ഘടകകക്ഷിക്ക് കൊടുത്താൽ അതിലെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുമോ എന്ന സംശയം കൊണ്ട് അവിടെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ തന്നെ പ്രയാസമാവുന്ന അവസ്ഥ. തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയായാൽ പിന്നെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഘടകകക്ഷികളുടെ സീറ്റും പ്രധാനമാണല്ലോ. അല്ല, തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് BDJS ആണ്. അവരുടെ ഏത് തീരുമാനവും BJP സ്വാഗതം ചെയ്യും. തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ ഓക്കെ, മത്സരിച്ചില്ലെങ്കിലും ഓക്കെ.
BDJS ആയിട്ടുള്ള സഖ്യ ചർച്ച പൂർത്തിയാവുകയും അവർക്ക് കൊടുക്കേണ്ട സീറ്റുകളെ സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. തൃശ്ശൂർ കൊടുക്കുമോ? ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം ഞാനൊരു സ്റ്റുഡിയോയിലിരുന്ന് പറയുക എന്ന് പറയുന്നത് അതിലൊരു ഔചിത്യക്കുറവുണ്ട്. അതുകൊണ്ട് ഏത് സീറ്റ് എത്ര സീറ്റ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് പ്രഖ്യാപനം അവിടെയാണ് വരേണ്ടത്. BJP മത്സരിക്കേണ്ട എല്ലാ സീറ്റുകളെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം 100% പൂർത്തിയായിട്ടുണ്ട്. ആ ലിസ്റ്റ് ഇന്ന് തന്നെ പാർട്ടി കേന്ദ്ര ഘടകത്തിന് കൊടുത്തിട്ടുണ്ട്. ഇനി അവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് അത് അംഗീകരിക്കണം. അതിനു മുമ്പ് തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് ആ സ്ഥാനാർത്ഥികളാവാൻ സാധ്യതയുള്ള, അതായത് സാധ്യതാ ലിസ്റ്റിൽ മുൻഗണനയിൽ നിൽക്കുന്ന ആളുകളോട് ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരം ആശങ്കകളോ തർക്കങ്ങളോ, ഞങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കണം ഞങ്ങൾക്കറിയാം. അതിൽ ആരൊക്കെയാണ് മത്സരിക്കണമെന്ന് കൃത്യമായ ധാരണയുണ്ട്. അവർ നാളെയും മറ്റന്നാളായിട്ടൊക്കെ ഫീൽഡിൽ ഇറങ്ങും. പിന്നെ ഘടകകക്ഷികൾ BJPക്കാകെ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് BDJSും കേരള കോൺഗ്രസും മാത്രമാണ്. കേരള കോൺഗ്രസ് ഓൾറെഡി PC തോമസിനെ അവർ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് കോട്ടയത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ ഒരു രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ PJ ജോസഫിന് കോൺഗ്രസ് UDF ഒരു സീറ്റ് ഇടുക്കി കൊടുത്ത് പ്രശ്നം പരിഹരിച്ചാലും അത് അത്ര എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കോട്ടയത്ത് PJ ജോസഫിൻ്റെ അനുയായികൾ തോമസ് ചാഴികാരന് വോട്ട് ചെയ്യും. ഇടുക്കിയിൽ KM മാണിയുടെ വോട്ട് ചെയ്യാം, ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. അതെ, അപ്പോൾ അവിടെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയല്ല. അപ്പോൾ അവിടെ മത്സരം വരുന്നത് PC തോമസും വാസവനും തമ്മിലാണ്. ഞങ്ങളിൽ കാണുന്ന ഓപ്ഷൻ ഇനി PJ ജോസഫിന് ഇടുക്കി കൊടുത്താലും തിരുവനന്തപുരത്തും പത്തനംതിട്ടയും കഴിഞ്ഞാൽ കോട്ടയം ശ്രദ്ധാകേന്ദ്രമാവുന്നു. അവിടെ കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ് BJPയുടെ മുമ്പിലുള്ളത്. PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ച സാഹചര്യം നമ്മളെല്ലാവർക്കും ഉണ്ട്. PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ച സമാനമായൊരു സാഹചര്യം കോട്ടയത്ത് രൂപം കൊള്ളുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള എതിർപ്പിനെ മറികടന്നുകൊണ്ട് ജോസ് കെ മാണിയെ സ്ഥാനാർത്ഥിയാക്കാൻ KM മാണി തീരുമാനിച്ചതാണ്. മൂവാറ്റുപുഴയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയും അന്ന് NDA സ്ഥാനാർത്ഥിയായിരുന്ന PC തോമസ് ജയിക്കുകയും ചെയ്തത്. സമാനമായൊരു സാഹചര്യത്തിലേക്ക് കോട്ടയം വരികയാണ്. കോട്ടയം മറ്റൊരു മൂവാറ്റുപുഴയായി മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ആ കാര്യത്തിൽ ഇപ്പോൾ PC തോമസിനെ സംബന്ധിച്ച് ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട്. PT ചാക്കോയുടെ മകൻ, KM മാണിയുടെ പഴയ മാനസപുത്രൻ, അവരുടെ മുൻ MP, അതിനുശേഷം NDA മുന്നണിയിൽ നിന്ന് പോലും പാർലമെന്റിലേക്ക് ജയിച്ച, മൂവാറ്റുപുഴയിൽ ജയിച്ചാൽ അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കണമെങ്കിൽ ചില ആളുകളിലേക്കൊക്കെ റീച്ച് ഔട്ടൊക്കെ നടത്തേണ്ടി വരും. അതിനും സന്നദ്ധമാണോ BJPയും മുന്നണിയും? ഏറ്റവും സമർത്ഥമായിട്ട് വിജയിപ്പിച്ച ആളാണല്ലോ PC തോമസ്. മൂവാറ്റുപുഴയിലെ PC തോമസിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മൂവാറ്റുപുഴ BJPക്കോ NDAക്കോ വലിയൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലമായിരുന്നില്ല. അത് മാർപ്പാപ്പയും കന്യാമുറിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതെല്ലാം സാധ്യതകളാണല്ലോ. ആ മണ്ഡലത്തിൽ എങ്ങനെ സമർത്ഥമായി രാഷ്ട്രീയത്തെ പ്രയോജനപ്പെടുത്താമെന്ന് കേരളത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് PC തോമസ്. PC തോമസ് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിവുള്ളതാണ്. കോട്ടയത്തെ എല്ലാ രാഷ്ട്രീയ ചേരുവകളെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂവാറ്റുപുഴ ഒരു രാഷ്ട്രീയം കോട്ടയത്തേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരള കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഉൾപ്പിരിവുകൾ അത് പ്രയോജനപ്പെടുക കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിക്ക്. ആ സാധ്യത ശ്രീയെ സജീവൻ തള്ളാൻ കഴിയുമോ? ഒന്ന്, മൂവാറ്റുപുഴയിൽ IFDP NDAയുടെ ഭാഗമായിരുന്ന സമയത്ത് PC തോമസ് ജയിച്ചിട്ടുണ്ട് എന്ന സാഹചര്യം. ഇവിടെ PC ജോർജ് അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു സാധ്യതയുണ്ട്. അത് തോമസ് ചാഴിക്കാടനെ നിർത്തിയിരിക്കുന്നത് VN വാസവനെ ജയിപ്പിക്കാനാണ് എന്ന ഒരു ആരോപണമാണ്. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്ന്, കോൺഗ്രസിന്, കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് വല്ലാത്ത ദേഷ്യമുണ്ട്. കാരണം ഈ അടുത്ത് തന്നെ മുന്നണി വിട്ടുപോയി പിന്നീട് തിരികെ വന്ന ആളുകളാണ്. ഇക്കുറിയെങ്കിലും പാർലമെന്റിലേക്ക് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാൻ കഴിയും എന്നൊരു താല്പര്യമോ ആഗ്രഹമോ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല രീതിയിലുള്ള അലോസരം ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഒരു രണ്ടില അവിടെ വരുന്നു. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാവുന്ന ഒരു ദേഷ്യം, PJ ജോസഫിന്റെ അനുയായികൾക്ക് ഉണ്ടാവുന്ന ദേഷ്യം, സ്വാഭാവികമായും LDFന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ്, അവിടെ ഒപ്പം PC തോമസ് എന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം NDA BJP എന്നുള്ളതിനപ്പുറത്ത് സ്വന്തം നിലയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ആളാണ്, അത് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷനിൽ ആരും ജയിക്കാമെന്നൊരു സാധ്യത പോലും ഉണ്ടോ? കോട്ടയത്ത് ആവർത്തിക്കുമോ എന്നുള്ളതൊക്കെ ഒരു അതിരുകവിഞ്ഞ ഒരു വിശ്വാസമായിരിക്കും, ആത്മവിശ്വാസമായിരിക്കണം. കാരണം കോട്ടയത്തിൻ്റെ സാധ്യത ഇപ്പോൾ അന്ന് മൂവാറ്റുപുഴയിൽ അന്ന് ജയിച്ച സാഹചര്യമൊക്കെ തികച്ചും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ താങ്കൾ പറഞ്ഞ രീതിയിൽ LDFന് അനുകൂലമായിട്ട് അവിടെ ഒരു റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കുറേ കൂടിയുള്ളത്. കാരണം PJ ജോസഫിനോടിപ്പോൾ കാണിച്ചൊരു നന്ദികേട്, അത് എന്തായാലും എത്രമാത്രം PJ ജോസഫിനൊരു സീറ്റ് കൊടുത്താൽ പോലും കോട്ടയത്ത് അതിൻ്റെ ആ ഒരു നന്ദികേടിനുള്ള പ്രതികരണം PJ ജോസഫിൻ്റെ ആളുകൾക്ക് എന്തായാലും ഉണ്ടാകും.
മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് ഈ പി ജെ ജോസഫിന് കോട്ടയം സീറ്റ് കൊടുക്കണമെന്നുള്ളത്. അങ്ങനെ അത് മാണിയുടെ മകന് എന്തായാലും രാജ്യസഭാ സീറ്റുള്ളത് കൊണ്ട്, രാജ്യസഭാ അംഗമായതുകൊണ്ട് ഇദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഇനിയിപ്പോൾ യു പി എക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ മന്ത്രിയാക്കുന്ന കാര്യം മാണിയുടെ മകനെ ആക്കിയാലും വലിയ പ്രശ്നമില്ലാന്നുള്ള കാര്യമൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ആ ഒരു ഇത് പോലും കേൾക്കാതെ വളരെ അപഹാസ്യമായ രൂപത്തിൽ ആദ്യം തീരുമാനമെടുക്കുന്നു. പി ജോസഫിൻ്റെ ഒരു നിർദ്ദേശമുണ്ട്, അത് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒടുക്കം ചില പ്രാദേശിക നേതാക്കന്മാരെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിപ്പിച്ച് അദ്ദേഹത്തെ അപഹാസ്യനായിട്ട് മാറ്റിയ ഒരു ഘടകമുണ്ടല്ലോ, അത് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചാഴിക്കാടൻ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചാഴിക്കാടിന് പോലും വലിയ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവരൊരു സത്യമുണ്ട്. പിന്നെയുള്ള പ്രശ്നമാണ് ഇതിൽ ഇപ്പം നേരത്തെ എം.ടി. രമേശൊക്കെ പറഞ്ഞ പോലെ നമുക്ക് പി.സി. തോമസിനെ കുറച്ച് കാണാനും പറ്റില്ല. അദ്ദേഹം മൂവാറ്റുപുഴയിൽ ജയിച്ചത് എന്തായാലും അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവനും ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതൊരു പക്ഷേ സാധ്യത വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഉള്ളത് ഈ 3 സ്ഥാനാർത്ഥികൾ, ഇപ്പം വന്നിട്ടുള്ള 3 സ്ഥാനാർത്ഥികളിൽ വാസവന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതിൽ തന്നെ ഇതേ ഓട്ടം ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടിയുള്ള, ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിലെത്താൻ ആർക്ക് കഴിയുമെന്നുള്ളതിൽ പി.സി. തോമസിന് നമുക്ക് കുറച്ച് കാണിക്കാൻ പറ്റില്ല. പി.ടി. ചാക്കോയുടെ മകനാണ്, വളരെയധികം രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, നേരത്തെ ഈ മൂവാറ്റുപുഴ സീറ്റിൽ തന്ത്രപരമായി ജയിച്ച ആളാണ്. അതൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഇടുക്കി സീറ്റ് കൊടുത്ത് പി ജെ ജോസഫിനെ അനുനയിപ്പിച്ചാൽ പോലും കോട്ടയത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ശ്രീ പി എം സുരേഷ് ബാബു, കോട്ടയത്ത് നോക്കൂ, കോട്ടയം യു ഡി എഫിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് ഏറ്റവും ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ പെടുത്താവുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്നത് എങ്കിൽ അത് രാഷ്ട്രീയമായി കൂടി നിങ്ങൾക്കുണ്ടാക്കുന്ന നഷ്ടം ചെറുതാവില്ലല്ലോ. ചാലക്കുടി എങ്ങനെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കോൺഗ്രസ്സുകാർക്കാരും പറഞ്ഞു തരേണ്ടി വരില്ല. കാരണം ചാലക്കുടി സംസ്ഥാനത്തെ യു ഡി എഫിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമായിട്ട് പോലും അവിടെ തോറ്റു. കോട്ടയം സമാനമായ വിധത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഉൾപ്പിരിവുകൾക്ക് കാരണമായേക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർക്ക്, കേരള കോൺഗ്രസ്സുകാരോടുള്ള ദേഷ്യം, താഴെത്തട്ടിൽ പ്രവർത്തകർക്കുള്ള ദേഷ്യം, ജോസഫിൻ്റെ അനുയായികൾക്കുള്ള ദേഷ്യം, ഇവർ പരസ്പരം ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ തന്നെ ചാഴിക്കാടനാണോ സ്ഥാനാർത്ഥി ആകേണ്ടിയിരുന്നത് എന്ന ചോദ്യം, ഇങ്ങനെ പല ഉൾപ്പിരിവുകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഇത് കേരള കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമല്ലേ, അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്നുള്ള നിലയിൽ ഇരുന്നാൽ ഒരു ഷുവർ സീറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ പിന്നെ വേറൊരു ആലോചനയ്ക്ക് പ്രസക്തിയില്ലല്ലോ. അതൊരു ശരിയായൊരു നിഗമനമാണ് ശ്രീ അഭിലാഷ്. അത് പിന്നെ കോൺഗ്രസിനും യു ഡി എഫിനും കേരള കോൺഗ്രസിൻ്റെ അകത്തുള്ളൊരു ആഭ്യന്തര പ്രശ്നം എന്നുള്ള നിലയിൽ അതിനെ ലഘുവായി ചിത്രീകരിച്ച് അവരുടെ തമ്മിലടിക്ക് വിടുക എന്നത് കോട്ടയം പോലെയുള്ള ഒരു ഷുവർ ബെറ്റ് സീറ്റിനെ യു ഡി എഫിന് നഷ്ടപ്പെടുത്തുന്നതിന് സമാനമായിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെയൊക്കെ നിഗമനം. പക്ഷെ അത്തരം കാര്യങ്ങളിലേക്ക് ഇത് നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലേക്ക് എത്താത്ത തരത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഫോർമുലകൾ ഉരുത്തിരിഞ്ഞു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അല്ലാത്ത പക്ഷം യു ഡി എഫിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ കാര്യത്തിൽ. അത് ശ്രദ്ധിക്കുന്ന ഒരു സമീപനം യു ഡി എഫിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരം സമീപനങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വളരെ ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് യു ഡി എഫിനകത്ത് ഈ പ്രശ്നം നിൽക്കുന്നത്. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒന്നും എത്തിയിട്ടില്ല. തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു ഫ്ലൂയിഡ് അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിച്ചു വേണം ഈ കാര്യത്തിലുള്ള കമന്റ്സ് എന്നുള്ളത് കൊണ്ട് ഞാനത് വളരെ നെഞ്ഞോട് ചേർത്ത് പിടിച്ചാണ് പലതും ഈ ചാനലിന്റെ മുമ്പിൽ സംസാരിക്കുന്നത്. കോൺഗ്രസിനും യു ഡി എഫിനും ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് ബി ജെ പിയെയും എൽ ഡി എഫിനെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ എരിതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കാൻ ഇവരൊക്കെ തയ്യാറാകും. അതുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ചുമതലയും ഞങ്ങൾക്കുണ്ട് എന്ന ബോധ്യവും ഞാൻ ഇവിടെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ശ്രീ ജിസൺ ജോർജ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് മുമ്പിലുള്ളത് എന്നുള്ളത് കൂടി പരിശോധിക്കണമല്ലോ. കോൺഗ്രസ് 100% സഹായിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടോ? കോൺഗ്രസിനെ നിർണായക ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്
കെ മാണി അഴിമതി കേസിൽ രാജിവെച്ച ഘട്ടത്തിൽ പി ജെ ജോസഫ് കൂടി രാജിവെക്കണമെന്നൊരു ആവശ്യം ഉയർന്നതാണ്. ജോസഫ് അത് തള്ളിയതാണ്. അന്ന് കോൺഗ്രസ് നേതാക്കൾ നേരിട്ട് മന്ത്രി വസതിയിലെത്തി പി ജെ ജോസഫുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയതാണ്. അതിനുശേഷമുള്ള ഘട്ടങ്ങളിലും സമാനമായ വിധത്തിൽ ഈ ഏതെങ്കിലും തരത്തിൽ മുന്നണിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതിനപ്പുറത്ത് LDF പോവുക എന്നുള്ളതിനെ ബ്ലോക്ക് ചെയ്തത് ജോസഫും ഒപ്പമുള്ള MLA-മാരുമാണ്. ഇത് നന്ദി കാണിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ പ്രത്യുപകാരം കിട്ടാനുള്ള ഒരു അവസരമാണ്. കോൺഗ്രസ് അത് തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടോ? അല്ല, ഇതിൽ ഇപ്പോഴും സാധ്യത അവസാനിച്ചിട്ടില്ലെന്നാണ് പി ജെ ജോസഫ് സാറ് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഈ തീരുമാനത്തോട് വളരെ വിയോജിപ്പുണ്ട്. മാണി ഗ്രൂപ്പ് നേതാക്കൾ എന്ന് പറയുന്ന പ്രമുഖരായവർക്ക് പോലും ഈ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട് എന്ന് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അവരാരും ഉറക്കെ പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ അഭിലാഷ് ചോദിച്ചു 2 ചിഹ്നത്തിൽ മത്സരിക്കുവാൻ കഴിയുമെന്നുള്ളത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് വക്താവ് പറഞ്ഞ ഒരു അഭിപ്രായം വെച്ചുകൊണ്ടാണ് ആ സാധ്യത ഇല്ലല്ലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾ പാർട്ടിയിലെ പ്രവർത്തകർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ തീരുമാനം തിരുത്തുവാൻ തയ്യാറാവും നേതൃത്വം. കാര്യം അത് അല്ലെങ്കിൽ ഈ തീരുമാനം ഒരു ചരിത്രപരമായ മണ്ടത്തരമെന്ന് കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും. കാര്യം വിജയസാധ്യതയാണ് പരിഗണിക്കുന്നത് എങ്കിൽ പോലും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ട് എന്ന് ഒരു അഭിപ്രായം പറയുന്നത് പോലും ജനം അംഗീകരിക്കുന്നില്ല. സാഹചര്യത്തിൽ വീണ്ടും ആ ഒരു തീരുമാനം തിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പിൻവലിച്ച് ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുക. അല്ല, ആ ഒരു തീരുമാനത്തിന് പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, ഏതൊരു അവസരത്തിലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. ഇവിടെ ശ്രീ MT രമേശ് 2004 PC തോമസ് ജയിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സാഹചര്യം വീണ്ടും ഒരിക്കൽ കൂടി വാജ്പേയി സർക്കാർ വരും എന്നും മുൻപ് മന്ത്രിയായിരുന്നതുപോലെ PC അതിലൊരു മന്ത്രിയാകും എന്നുമുള്ള താല്പര്യം പല സഭാ അധ്യക്ഷന്മാർക്കും സഭാ വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു പിടി എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിലേക്ക് നയിച്ച സാഹചര്യത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം കൂടി അന്ന് തുണയ്ക്കാനെത്തി. ഇന്നിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഞാൻ നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല പറയുന്നത്, മറിച്ച് ഇവിടെ നിന്നൊരു ക്രിസ്ത്യൻ MP അല്ലെങ്കിൽ ഒരു ഘടകകക്ഷി MP ഉണ്ടാവുകയും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുകയും ഒക്കെ ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ലല്ലോ. അങ്ങനെ കരുതാമല്ലോ. കാരണം PC തോമസിനെ പോലെയുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാതിരിക്കില്ലല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിൽ പങ്കാളിത്തം കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു സാധ്യതയൊക്കെ ഉണ്ട്. PC തോമസ് NDAയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. നേരത്തെ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും NDAയുടെ കേന്ദ്ര സമിതിയിൽ അംഗമായിട്ടുള്ള ആളാണ്. അങ്ങനെ NDAയുടെ കേന്ദ്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ അത് കേരളത്തിലെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കോട്ടയം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ ജയിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് PC തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എല്ലാ ഉൾപ്പിരിവുകളും അറിയാം. എല്ലാ സഭാ നേതൃത്വവുമായിട്ടും നല്ല ബന്ധമുള്ളതാണ്. എല്ലാ സാമുദായിക നേതൃത്വവുമായി നല്ല ബന്ധമുള്ളതാണ്. ദീർഘകാലമായിട്ട് കോട്ടയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം മൂവാറ്റുപുഴയിൽ ജയിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം കോട്ടയമായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് കോട്ടയത്തെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും പരിശോധിച്ചാൽ അതിൽ അപ്പർ ഹാൻഡ് PC തോമസിന്. ഇപ്പം വാസവനായാലും തോമസ് ചാഴിക്കാരനും PC തോമസിനെയും നിങ്ങൾ ഒരു സാമാന്യ ബോധത്തോടു കൂടി പരിഗണിച്ചാൽ അതിൽ അപ്പർ ഹാൻഡ് PC തോമസിനാണെന്ന് ഏത് കൊച്ചുകുട്ടിയും കണ്ണടച്ച് പറയും. അത്തരമൊരു അപ്പർ ഹാൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഈ പ്രക്ഷുബ്ധാവസ്ഥയിലായതോടുകൂടി ഒന്നുകൂടി സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് അഭിലാഷ ഒരു സംശയം വേണ്ട, മത്സരം LDFും NDAയും തമ്മിലായിരിക്കും. അതിൽ കോട്ടയത്തെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങളും അതിൻ്റെ എല്ലാ ഇടിപ്പുകളും മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തി എന്നുള്ളവർക്ക് PC തോമസിന് ആദ്യഘട്ടത്തിൽ തന്നെ നല്ല അപ്പർ ഹാൻഡ് ഈ വിവാദങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശരി, ശ്രീ എസ് സജീവൻ, ഇത് മാത്രമല്ല ഈ കേരള കോൺഗ്രസുകളുടെ ഏകീകരണത്തിൽ ക്രൈസ്തവ സഭ അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ കൂട്ടരൊക്കെ അതിപ്പോൾ KM മാണി ആണെങ്കിലും PJ ജോസഫ് ആണെങ്കിലും ഇനി NDAയുടെ PC തോമസ് ആണെങ്കിലും എല്ലാവരും കത്തോലിക്കരാണ്. കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ഏറ്റവും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഈ മണ്ഡലത്തിലാണ്, പാലാ ഈ മണ്ഡലത്തിലാണ്. അതുകൊണ്ട് ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ സഭാപിതാക്കന്മാർ ഇടപെട്ട ഒരു ട്രൂസ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കും എന്നും വിചാരിക്കാമല്ലോ, പ്രതീക്ഷിക്കാമല്ലോ. ആ ഒരു സാധ്യത അപ്പം തെരഞ്ഞെടുപ്പിന്
മുമ്പ് വേണമല്ലോ, രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വേണമല്ലോ ഇതൊക്കെ ഇടപെടാൻ. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ സഭാ നേതൃത്വത്തിന് പോലും അടുപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ രണ്ട് വളരെ വിഭിന്ന ചേരികളിലേക്കായിട്ട്, രണ്ട് ധ്രുവങ്ങളിലേക്കായിട്ട് ഈ രണ്ട് നേതാക്കന്മാർ മാറിയിരിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലല്ലോ. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറേ ദിവസമായിട്ട്, ആഴ്ചകളായിട്ടുണ്ടായതാണ്. നേരത്തെ തന്നെ പി ജെ ജോസഫ് പറഞ്ഞു കഴിഞ്ഞു ഞാൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം. സാധാരണഗതിയിൽ അങ്ങനെ ഒരാൾ പറയാത്തതാണ്. പ്രത്യേകിച്ച് അത് MLA ആണ്. ഒരു MLA പറയുന്നു ഞാൻ മത്സരിക്കുന്നു പറയുന്നു. അത് ആദ്യമേ തന്നെ അദ്ദേഹം പറയുന്നത് പാർട്ടിക്കകത്തൊരു ചർച്ചയിൽ അല്ല, പുറത്താണ് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തൊക്കെ മാണി മൗനമായിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായുള്ള നീക്കങ്ങൾ മാണിയുടെ ഭാഗത്തുണ്ടാവുന്നു. അത് ഏറ്റവും രൂക്ഷമായ രൂപത്തിൽ, അദ്ദേഹത്തെ ഏറ്റവും അവമാനിക്കാവുന്ന രൂപത്തിലാണ് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ചാഴിക്കാടിനെ പ്രഖ്യാപിക്കുന്നത് വേണമെങ്കിൽ അവരുടെ കമ്മിറ്റിയിൽ വെച്ചിട്ട് തീരുമാനിക്കാമായിരുന്നു. അങ്ങനെയൊന്നും തീരുമാനിക്കാതെ വളരെ നാടകീയമായിട്ട് എല്ലാം ചെയർമാൻ പറയും എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ട് അവസാനം ചെയർമാൻ കൊടുക്കുന്നത് പ്രാദേശിക നേതാക്കന്മാരുടെ കയ്യിലേക്കാണ് മൈക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് പറയുന്നത് ഇയാൾ വേണ്ട, ഇയാൾ കൊള്ളില്ല എന്ന് പറയുന്നു. ഒരാളെ അവമാനിക്കാവുന്നതിൻ്റെ പരമാവധിയാണ്. അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇനി ഈ രണ്ടു പേരെയും ഒരുമിപ്പിക്കാൻ അത്ഭുതം വേണം, അല്ല സഭാ നേതാക്കന്മാർക്കും ഇത് കഴിയുമെങ്കിൽ അത്രയും വലിയ അത്ഭുതം സംഭവിക്കണം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇത് ഒരു പക്ഷേ കോൺഗ്രസ് ചെയ്യാവുന്ന രീതിയിൽ അവർ സ്വന്തം സീറ്റ് കൊടുത്ത് ഇടുക്കിയിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ ജയിച്ച സീറ്റ് അല്ലെങ്കിൽ പോലും അവരെ കൊടുക്കാൻ തയ്യാറാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് തിരിച്ചു പിടിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അവിടെയുള്ള MP കുറിച്ചുള്ള കുറേ ആരോപണങ്ങളൊക്കെ അവർക്ക് ഉന്നയിച്ചിട്ട് വേണമെങ്കിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാവുന്നതാണ്. അവിടെ ഇടുക്കിയിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് പി ജെ ജോസഫിന് കൊടുക്കണം. അത് 2 ചിഹ്നത്തിൽ കൊടുത്താൽ വേറെ ഉണ്ടാവുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ലീഗിനെ പ്രകോപിപ്പിക്കും. ലീഗ് 3-ാം സീറ്റ് ചോദിച്ചിട്ട് അത് കൊടുക്കാതെ കേരള കോൺഗ്രസിന് 2-ാം സീറ്റ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല ഇടുക്കിയിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവർക്ക് ഇത് പ്രകോപനം ഉണ്ടാവും. അപ്പോഴും ഇടുക്കിയിൽ നമുക്ക് അറിയാവുന്ന പോലെ പല ഘട്ടങ്ങളിലും ഈ കേരള കോൺഗ്രസ്സുകാരും തമ്മിൽ പരസ്പര ശത്രുതയിലൂടെ പെരുമാറിയിട്ട് അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെ തീർത്താലും മാണിയുടെ അനുയായികളും ജോസഫിന് അനുയായികളും തമ്മിലുണ്ടാകുന്ന ഒരു പടലമിണക്കം തീരില്ല. അത് റിസൾട്ടിനെ ബാധിക്കും. അപ്പം ഒരു സഭാ നേതാക്കന്മാർക്കൊരു അത്ഭുതകരമായ തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നുണ്ട്. അവർ ശ്രമിക്കുമായിരിക്കാം. വേറൊരു കാര്യമുള്ളത്, ഇവിടെ ഈ 3 കത്തോലിക്കരും മത്സരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അല്ല 2 കത്തോലിക്കരും മത്സരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്നാണ് ഇതെടുക്കേണ്ടത്. ആ ഒരു ഇതുണ്ട്. അപ്പം ജോസഫിന്റെ ആളുകൾ ഇതേ ശക്തി പ്രയോഗിക്കും. അപ്പം ഇത് ഡിവൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. പി ജെ ജോസഫ് കളിക്കുന്ന കളിയും PC തോമസ് പരമാവധി വോട്ടുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കളിയും ഒക്കെ ഒരു പക്ഷേ പരോക്ഷമായിട്ട് നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഇടതുപക്ഷത്തിനായിരിക്കും. ഇതാണ് കോൺഗ്രസിന് ഉണ്ടാകുന്ന തിരിച്ചടി. പരമാവധി സീറ്റുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ട്, തങ്ങളെ സഹായിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുത്താലേ കേന്ദ്രത്തിൽ എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കുകയുള്ളൂ എന്നറിയാവുന്ന കോൺഗ്രസിന് ഉണ്ടാവുന്ന വലിയ പ്രശ്നമാണ് 2 സീറ്റുകളാണ്. ഒന്ന് ജയിച്ചു നിൽക്കുന്ന സീറ്റും ഒന്ന് ജയസാധ്യതയുള്ള സീറ്റും. ഈ 2 സീറ്റുകളുടെ നഷ്ടത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക. അത് തീർച്ചയായും കോൺഗ്രസ് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരള കോൺഗ്രസുകാർക്ക് ഒന്നുമില്ല. മാണിക്കിപ്പോ ഇതില് അവിടെ തോറ്റുപോയാൽ പോലും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഈ BJP വിരുദ്ധ സർക്കാരാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെങ്കിൽ രാജ്യസഭാംഗമായിട്ടുള്ള മകന് അത് ഉറപ്പാണ്. അത് വേറെ ചാഴിക്കാട്ടൊന്നും കൊണ്ടുപോയില്ല. അതാണ് ശ്രീ PM സുരേഷ് ബാബു കോൺഗ്രസ് പറയുന്നത്. ഞങ്ങൾക്ക് നമ്പർ വളരെ പ്രധാനമാണ്, അതുകൊണ്ട് പരമാവധി MP-മാർ ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ MT രമേശ്, ഇവിടെ CPM-നെ സംബന്ധിച്ചായാലും കോൺഗ്രസിനെ സംബന്ധിച്ചായാലും അവർക്ക് പരമാവധി നമ്പേഴ്സ് വേണം എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങളെ സംബന്ധിച്ചും അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ തവണ അധികം കിട്ടിയ പലയിടത്തും ഈ തവണ കുറവ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടാത്ത ഇടങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ എന്നുള്ള താല്പര്യം സ്വാഭാവികമായിട്ടുണ്ട്. കേരളത്തിൽ, തമിഴ്നാട്ടിൽ പോലെയുള്ള ഇടങ്ങളിൽ, പശ്ചിമ ബംഗാൾ പോലെ ഉള്ള ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. പക്ഷേ അത് ഉദ്ദേശിക്കുന്ന തലത്തിലൊന്ന് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ള പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ അടക്കമുണ്ട്. നിങ്ങൾക്കൊരു സമയത്തുണ്ടായിരുന്നു, ശബരിമല അടക്കമുള്ള സമയത്തുണ്ടായിരുന്ന മൊമെന്റം ഇപ്പോൾ ഇല്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നോ? ഒരിക്കലുമില്ല. കാരണം ശബരിമല വിഷയം ഇന്നിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്.
ശബരിമല ഒരു നീറിപ്പുകയുന്ന വിഷയമാണ്. അത് 3.5 മാസക്കാലം കേരളത്തിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭം ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ട്. അതങ്ങനെ അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ സാധിക്കുന്നില്ല. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ, ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള സംഭവങ്ങൾ, ജയിലിൽ പോയിട്ടുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും നടത്തിയിട്ടുള്ള നാമജപ ഘോഷയാത്രകൾ, ഇതെല്ലാം അവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു നീറിപ്പിടിച്ച വികാരമായിട്ട് അടിത്തട്ടിലുണ്ട്. വികാരം എന്നുള്ളത് താൽക്കാലികമല്ല. ഇപ്പോൾ ശബരിമല നട വീണ്ടും തുറന്നു. അവിടെ നമ്മൾ 2 മാസം മുമ്പോ 3 മാസം മുമ്പോ ഉള്ള ഒരു അനുഭവമില്ല. അപ്പോൾ താൽക്കാലികമായി അന്നൊരു വികാരം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പോൾ ഒരു ഇലക്ടറൽ പ്രോസസ്സിലേക്ക് പോകുന്ന വേളയിൽ അതൊരു പ്രശ്നമായി നിൽക്കുന്നുണ്ടോ? എനിക്ക് സംശയമാണ്. കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നൊരു മുദ്രാവാക്യമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു സൈലൻ്റ് ഒരു ക്യാമ്പയിനായിട്ട് മാറിയുള്ളതാണ്. ഏത് മണ്ഡലമായാലും മണ്ഡലകാലം മറക്കാൻ പാടില്ല. അത് കേരളത്തിലെ ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകുന്നൊരു വികാരമാണ്. അല്ല, അത് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞല്ലോ. തെരഞ്ഞെടുപ്പ് ഓഫീസർ അത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. തെരഞ്ഞെടുപ്പ് ഓഫീസറാണോ ക്യാമ്പയിനിങ് ഇഷ്യൂ നിശ്ചയിക്കുക? ജനപ്രാതിനിധ്യ നിയമം അനുസരിക്കണമല്ലോ. രാഷ്ട്രീയ ജനപ്രാതിനിധ്യ നിയമത്തിൽ സാമുദായിക ചേരിതിരിവുണ്ടാക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. എങ്ങനെയാണ് ശബരിമല വിഷയം? അതായത് നിങ്ങൾ ശബരിമല വിഷയത്തിൽ ഹിന്ദുവിനെ പിണറായി വിജയൻ നശിപ്പിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നു, അതുകൊണ്ട് കൺസോൾട്ടേറ്റ് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പാലം കടക്കില്ല എന്ന് പറയുന്നത് മാതിരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അയോധ്യ വിഷയം എങ്ങനെ ഉന്നയിക്കും? അയോധ്യ വിഷയവും ഈ തരത്തിൽ ഉന്നയിക്കാൻ കഴിയില്ലല്ലോ. ഒരു ക്യാമ്പയിൻ നിങ്ങൾക്ക് നിലനിൽക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് അബദ്ധ പഞ്ചാംഗം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നിലനിൽക്കില്ല. കാരണം ഈ രാജ്യത്തിൽ വ്യവസ്ഥാപിതമായ നിയമമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് മറ്റൊരു മതവിഭാഗത്തിന് സ്പർദ്ധയുണ്ടാക്കുന്ന പ്രചരണം പാടില്ല. ശബരിമല വിഷയം ഉന്നയിച്ചാൽ കേരളത്തിലെ ഏത് മതവിഭാഗത്തിനാണ് സ്പർദ്ധ ഉണ്ടാക്കുക? അല്ല, ജനപ്രാതിനിധ്യ നിയമം അനുശാസിക്കുന്നത് മതം പറഞ്ഞു വോട്ട് പിടിക്കാൻ പാടില്ലല്ലോ. അതായത് എന്തിനാ മതം പറയുന്നത്? ഗവൺമെന്റിന്റെ സമീപനമാണ്. ശബരിമല വിശ്വാസികളോട് അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തോട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് പറയും. പിന്നെ ശബരിമല വിഷയം ഒച്ചത്തിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ശബരിമല വിഷയം ഒച്ചത്തിൽ പറയേണ്ട ആവശ്യമില്ല. ശബരിമല വിഷയം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ളതാണ്. അതിനെ ആർക്കും വിചാരിച്ചാൽ മാറ്റാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ ഈ നടക്കുന്ന സംഭവം കൂടി പ്രചരിപ്പിക്കപ്പെടും. ഉദാഹരണമായിട്ട് ഈ പ്രാവശ്യം നട തുറന്നപ്പോൾ എന്താ നിരോധനാജ്ഞ ഇല്ലാത്തത്? അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഗവൺമെന്റ് എങ്ങനെ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനിച്ചു. ജില്ലാ മജിസ്ട്രേറ്റ് ആണല്ലോ ഇക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുക്കുക. സർക്കാരിന് ഗവൺമെന്റ് അങ്ങനല്ല. ഗവൺമെന്റ് തീരുമാനിച്ചു ഈ പ്രാവശ്യം ഏതായാലും ആരെയും അവർ സ്പോൺസർ ചെയ്ത് കൊണ്ടുവരുന്നില്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ല. കൊണ്ടുവന്നാലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചുകൊണ്ട് ഇനി പോലീസിന്റെ ആവശ്യമില്ല. പോലീസിന്റെ പോലീസിന് എന്താ നിരോധനാജ്ഞ വെക്കുന്നത്? അല്ല, നിരോധനാജ്ഞ ഇപ്പൊ ക്യാബിനറ്റ് എടുത്ത തീരുമാനമല്ലല്ലോ. അവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് നിരോധനാജ്ഞ. അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ക്രൈസിസ് ഉണ്ടെങ്കിൽ നിരോധനാജ്ഞ വേണം. ഇവിടെ ജില്ലാ മജിസ്ട്രേറ്റിന് തോന്നുന്നു ഇവിടെ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമില്ല, ഇവിടെ കാര്യങ്ങൾ സുഗമമാണ്, നിരോധനാജ്ഞ ഇല്ല. വളരെ സിമ്പിൾ അല്ലേ? ജില്ലാ മജിസ്ട്രേറ്റ് അങ്ങനെ തീരുമാനിക്കുന്നു അല്ലല്ലോ. ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഗവൺമെന്റ് ഡിസിഷനാണ്. ജില്ലാ മജിസ്ട്രേറ്റ് എന്നല്ല. ജില്ലാ മജിസ്ട്രേറ്റ് ആദ്യത്തെ നിരോധനാജ്ഞ കഴിഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ ഗവൺമെന്റ് ഡിസിഷന്റെ ഭാഗമായി വന്നത്. ഇതൊക്കെ ഗവൺമെന്റ് ഡിസിഷന്റെ ഭാഗമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ പ്രാവശ്യം അവർക്കറിയാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ഈ പ്രാവശ്യം അവർ ആരെയും കയറ്റാൻ വേണ്ടി പോകുന്നില്ല. അത് തന്നെ ഒരു ഞാൻ മിനിമം അത് തന്നെ ഒരു ക്യാമ്പയിനിങ് ഇഷ്യൂ ആണ്. സെപ്റ്റംബർ 28 ശേഷം നട തുറന്ന ഓരോ സന്ദർഭത്തിലും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുള്ള പോലീസിനെ വിന്യസിച്ച സർക്കാർ എന്തുകൊണ്ട് ഈ പ്രാവശ്യം അത് ചെയ്യുന്നില്ല? അപ്പോൾ നേരത്തെ ഇഷ്യൂ ഉണ്ടാക്കിയത് അവിടുത്തെ ഭക്തജനങ്ങളല്ല, ഇഷ്യൂ ഉണ്ടാക്കിയത് സർക്കാരാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഇത്തവണ നിങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് തിരക്കായതുകൊണ്ട് അവിടെ ആരും കുഴപ്പമുണ്ടാക്കാൻ പോവില്ല എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലോ. എനിക്ക് അല്ല, നിങ്ങൾക്കല്ല, വിശ്വാസികൾക്കല്ല. അഭിലാഷം എനിക്ക് എന്ത് വ്യാഖ്യാനിക്കാം? വിശ്വാസികൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി പോകുന്നത് ഈ പ്രാവശ്യം ഗവൺമെന്റ് അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ പറഞ്ഞത് അതും ഈ സർക്കാരിന്റെ തീരുമാനമുണ്ടല്ലോ, അതും ഒരു ക്യാമ്പയിനിങ് ഇഷ്യൂ ആണ്. ആ ക്യാമ്പയിനിങ് ഇഷ്യൂ ശബരിമലയാണ്. അപ്പോൾ ശബരിമല ഉന്നയിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അബദ്ധ പഞ്ചാംഗമാണ്. അതൊന്നും നിലനിൽക്കാൻ വേണ്ടി പോകുന്നില്ല. ശരി, ഓക്കെ. ശ്രീ PM സുരേഷ് ബാബു, താങ്കൾ അഭിഭാഷകൻ കൂടിയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ചില തെരഞ്ഞെടുപ്പ് കേസുകൾ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഉദാഹരിച്ച തോമസിന്റെ തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയും അസാധുവാക്കിയിരുന്നു. അതിന് ആധാരമായത് ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ മാർപ്പാപ്പയും അതുപോലെ തന്നെ ചില ക്രൈസ്തവ ബിംബങ്ങളും കടന്നു വരുന്നുണ്ട്. ഇയാൾ ക്രൈസ്തവനാണ്, അതല്ലെങ്കിൽ ക്രൈസ്തവന് വോട്ട് ചെയ്യണം എന്ന മറ്റുള്ളൊരു ആഹ്വാനം വന്നു. ക്രൈസ്തവന് വോട്ട് ചെയ്യുക എന്ന ഒരു ആഹ്വാനം വന്നപ്പോഴാണ് ഒരാളുടെ തെരഞ്ഞെടുപ്പ് റദ്ദായത്. KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിടാൻ
പറഞ്ഞതും സമാനമായ ജനപ്രാതിനിധ്യ നിയമത്തിലെ സമാനമായ വകുപ്പാണ്. ഇയാളൊരു മുസ്ലിമാണ്, നിങ്ങൾ അമുസ്ലിമിന് വോട്ട് ചെയ്യരുത്, മുസ്ലിമിന് വോട്ട് ചെയ്യൂ, ഇല്ലെങ്കിൽ നിങ്ങൾ സിറാത്തിന്റെ പാലം കടക്കില്ല എന്നൊരു നോട്ടീസ് കണ്ടിട്ടാണ് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയത്. ശബരിമലയുടെ കാര്യത്തിൽ ഈ പറയുന്ന സാഹചര്യം ഇല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഇതാ ഇവിടുത്തെ സർക്കാർ ഹിന്ദുക്കളെ ദ്രോഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം ഏകോപിതമായി അവർ ഒരുമിച്ച് ഒരു കക്ഷിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് ക്യാമ്പയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ജനപ്രാതിനിധ്യ നിയമത്തിന് നിരക്കുന്നതാവുന്നത്? അതിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലേ ശരി? അല്ല, ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അത് ഒരു നേർവരക്ക് വിധേയമാക്കാവുന്ന ഒരു വിഷയമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളമുള്ള നമ്മുടെ സമീപനത്തിൽ അതൊരു ഹിന്ദു ക്ഷേത്രം, ക്രിസ്ത്യൻ ക്ഷേത്രം, മുസ്ലിം ക്ഷേത്രം എന്നൊക്കെ പറയാവുന്നതിനേക്കാൾ ഉപരി അവിടുത്തെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ എന്ന നിലയ്ക്ക് പറഞ്ഞാൽ അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വയലേഷൻ ആവുകയില്ല. നേരെ മറിച്ച് ഹിന്ദുക്കളെ പ്രത്യേകമായി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളെ പ്രത്യേകമായിട്ടുള്ള ദോഷമുണ്ടാകുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആണ് BJP പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് അത്തരമൊരു സമീപനം ഉണ്ടാവരുത് എന്ന് മാത്രമായിരിക്കും ശ്രീ ടിക്കാറാം മീണയുടെ നിരോധന ഉത്തരവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ശബരിമല ശബരിമലയിലെ ഇഷ്യൂ, സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു കാരണവശാലും ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാവുകയില്ല. അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി പദപ്രയോഗങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തി ചെയ്യാനുള്ള കഴിവുകൾ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിക്കഴിഞ്ഞാൽ ശബരിമലയും അത് ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റാൻ കഴിയുന്നതാണ്. പക്ഷെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു സമീപനം വന്നു കഴിഞ്ഞാൽ അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അതിന്റെ പാരാമീറ്ററിൽ പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്കോ ദോഷം ചെയ്യുകയും ചെയ്യും. ശരി, ശ്രീ എ സജീവൻ, ശബരിമല നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 4-5 മാസമായി അത്രമേൽ ചർച്ചയായ ഒരു വിഷയമാണ്. പല തെരഞ്ഞെടുപ്പ് സർവേകളും പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കും എന്നാണ്. ജനപ്രാതിനിധ്യ നിയമം എന്തു പറഞ്ഞാലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ത് ഉത്തരവിട്ടാലും അടിസ്ഥാന തലത്തിൽ താഴെത്തട്ടിൽ ഈ വിഷയം വരും എന്നും അത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന, അവരുടെ ഒപ്പീനിയനെ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നായിരിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. ശബരിമല താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ സ്വാധീനിക്കാനാണ്, ആർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാനാണ് സാധ്യത? അല്ല, ശബരിമലയുടെ കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരക്ഷരം ഇത് ഏത് മുന്നണിയോ ഏത് പാർട്ടിയോ പറഞ്ഞില്ലെങ്കിൽ പോലും ആ സംഭവം നടന്നതിന് ശേഷം, സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം, അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട് സ്ത്രീകൾ കയറാൻ ശ്രമിക്കുകയും ചില ഘട്ടങ്ങളിൽ സ്ത്രീകൾ കയറുകയും ചെയ്ത സമയത്തൊക്കെ ഉണ്ടായ ആ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ നിൽക്കുന്ന കാലത്തൊക്കെ കേരളത്തിൻ്റെ മനസ്സിൽ ഇതേ പ്രശ്നം ഒരു തീരുമാനമായിട്ടോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. പല ആളുകളും അവരുടെ നിലപാട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പം ഇനി ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് വന്നാലും ഇല്ലെങ്കിലും അത് അവരുടെ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കറിയാവുന്നതാണ് കുറേ ആളുകൾ ഈ വിശ്വാസികളുടെ നേരെയുള്ള ഒരു കയ്യേറ്റമായിട്ട് ഈ സർക്കാർ വിധി, അല്ലെ സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സർക്കാർ എടുത്തുചാടി ഈ ചില കാര്യങ്ങൾ ചെയ്തു എന്ന ഒരു ധാരണയോട് കൂടിയിട്ട് അത് വിശ്വാസികൾക്കെതിരെയുള്ള, ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരു കയ്യേറ്റമാണ്, ഒരു വല്ലാത്തൊരു വെല്ലുവിളിയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കി കുറേ പേരുണ്ട്. അത് വളരെ കടുത്ത രൂപത്തിലായി. അതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ നടന്ന പന്തളത്തെ ഈ നാമജപ യജ്ഞത്തിൽ എത്ര പേരുണ്ടായിരുന്നു, എത്ര സ്ത്രീകളുണ്ടായിരുന്നു. അവിടെ BJP ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പിന്നെ അതിന്റെ ശക്തി കണ്ടിട്ടാണല്ലോ അങ്ങോട്ട് ഓടിച്ചെന്നത്. അപ്പോൾ ആ ഘട്ടത്തിലൊരു അവരുടെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഇത് ആർക്ക് അനുകൂലമായിട്ട് മാറും? ഇത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിട്ട് ശക്തമായിട്ട് മാറാവുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെ മുഴുവൻ തകർത്തത് ഇവരുടെ നേതാവ് MT രമേശിൻ്റെ ഒക്കെ സംസ്ഥാന പ്രസിഡന്റ് നടത്തിയ ഒരു പരസ്യമായ പ്രസംഗമാണ്. യുവമോർച്ചയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, സുവർണാവസരം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സുവർണാവസരമാണ് ഇത്, നമ്മൾ കൊണ്ടുവന്ന അജണ്ട നമ്മൾ അതിനനുസരിച്ചിട്ട് ആളുകൾ ഈ രാഷ്ട്രീയത്തെയും ഈ രാഷ്ട്രീയാവസ്ഥയും ഒക്കെ നമ്മൾ അതിനനുകൂലമാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയോടുകൂടി പൂർണ്ണമായിട്ട് തകരുന്ന ഒരവസ്ഥയിലേക്ക് പോയി. എന്നാലും
ഒരു പരിധിവരെ BJPക്ക് അനുകൂലമായ ചെറിയൊരു ഘടകം ഉണ്ട്, ഇപ്പോഴും നിലവിലുണ്ട് എന്നിപ്പോൾ അതിന് പ്രചരണം ഉണ്ടായാലും തീർച്ചയായും പ്രചരണം ഉണ്ടായാലും ഇല്ലെങ്കിലും അതൊരു വിഷയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന്റെ എത്ര % സ്വിംഗ് ആർക്ക് എന്നൊന്നും നമുക്കിപ്പോ പ്രവചിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും, ഏത് തരത്തിലുള്ള ചലനമാവും ഉണ്ടാവുക, ഇതൊന്നും ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. വളരെ നന്ദി ശ്രീ MT രമേശ്, ശ്രീ ജിസൺ ജോർജ്, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ S. അജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.